ആഗസ്റ്റ് 15-ന് നിർണായകമായ ഒരു ചർച്ച നടക്കുമെന്ന് ലോകം കരുതിയിരുന്നിടത്താണ് ഹമാസ് ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ഒരു പീക്ക് അലർട്ടിലേക്ക് നീങ്ങി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബി പറഞ്ഞത് ഇസ്രയേലിന് നേർക്ക് ഒരു വലിയ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു, അവരുടെ ഡ്രോൺ മിസൈൽ സിസ്റ്റങ്ങൾ എല്ലാം തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള വിവരം ലഭ്യമായിരിക്കുന്നു. അതായത് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെയും ഒപ്പം തന്നെ ഇറാനിൽ നിന്നുമുള്ള ഒരു വലിയ ആക്രമണത്തെ ഇസ്രയേൽ നേരിടാൻ പോകുന്നു എന്ന് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പീക്ക് അലർട്ടിലേക്ക് ഇസ്രയേൽ മാറിയതും ഒപ്പം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങോട്ടേക്ക് പടക്കപ്പലുകൾ അടക്കം അന്തർവാഹിനികൾ അടക്കം അയച്ചിരിക്കുന്നു. ഏതായാലും ഇത്തവണ ഇസ്രയേലിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ലെബനിൽ നിന്നുള്ള ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം ഒപ്പം തന്നെ ഇറാനിൽ നിന്നുള്ള ആക്രമണമാണ്. കഴിഞ്ഞ ഏപ്രിൽ 13, 14 തീയതികളിലായിരുന്നു ഇറാൻ 300ഓളം മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഒരു ആക്രമണം നടത്തിയത്. പക്ഷേ അത് 2 ദിവസം കൊണ്ട് അത് അവസാനിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ചാനൽ 12 എന്ന് പറയുന്നൊരു ചാനൽ റിപ്പോർട്ട് ഇങ്ങനെ അനുസരിച്ചാണെങ്കിൽ ഇറാൻ വലിയ മുന്നൊരുക്കം തന്നെയാണ് ഇതിനുവേണ്ടി നടത്തിയിരിക്കുന്നതെന്നാണ് ഈ ചാനൽ പ്രേക്ഷകർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും. കാരണം 300ഓളം മിസൈലുകൾ ആദ്യം ഈ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ടപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ചാനലുകളിൽ ഒന്ന് ഈ ചാനൽ 12 ആയിരുന്നു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളുടെയൊക്കെ ഒരു നീക്കങ്ങൾ ഈ മാധ്യമ സ്ഥാപനം പറയാറുമുണ്ട്. ഏതായാലും ആ ഒരു മാധ്യമ സ്ഥാപനമാണ് ഈ ഒരു മുന്നൊരുക്കവും പറഞ്ഞിരിക്കുന്നത്. ഹമാസ് പിന്മാറിയതാണ് ഈ സംശയത്തിന് പ്രധാന കാരണം. ഹമാസ് കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ നടക്കുന്ന അനുരഞ്ജന ചർച്ചകളിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.